നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. RBI കൃത്യമായിട്ട് ഇടപെട്ട് ബാങ്കിങ് സെക്ടറിലേക്കുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചത് ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ 1300 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇൻഡെക്സ് ഹെവി വെയിറ്റ് ബാങ്കിങ് സ്റ്റോക്കുകൾ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇന്ന് നമുക്ക് എല്ലാ എക്സ്പയറീസും ഒരുമിച്ചാണ് വരുന്നത്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാ ഇൻഡെക്സും ഒരുമിച്ചാണ്. കൂടാതെ തന്നെ ഇന്നലെ വളരെ പ്രധാന ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു. US നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റുകളെല്ലാം തന്നെ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് ഒന്നും ജെറോം പവൽ പറഞ്ഞില്ല. ഇൻട്രസ്റ്റ് റേറ്റ് മേ ബി പോസ് ആയേക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആണ് US മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോസ് ആയേക്കാം എന്നുള്ള വാർത്ത US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും എസ്പെഷ്യലി നാസ്ഡാക്കെല്ലാം തന്നെ വലിയ തോതിൽ ഇടിഞ്ഞു. മൈക്രോസോഫ്റ്റ് എല്ലാം തന്നെ 4% ഇടിവ് രേഖപ്പെടുത്തി. NVIDIA ഇടിവ് തുടരുന്നുണ്ട്. ടെക്നോളജി ഇൻഡെക്സ് എല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സെക്കൻഡ് ഹാഫിൽ അവിടെ പോസിറ്റീവായിരുന്നു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റും പൊതുവെ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് ഒരുപാട് കമ്പനീസിന് റിസൾട്ട് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. കൂടെ തന്നെ ബയോകോൺ, കോൺകോർ, ഗെയിൽ, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഡോക്ടർ ലൽപത് ലാബ് ഉൾപ്പെടെയുള്ള. അപ്പോൾ കുറേ കമ്പനീസിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. കുറേ കമ്പനീസിൻ്റെ റിസൾട്ടും ഇന്ന് ഉണ്ട്. മന്ത്ലി എക്സ്പയറിയാണ് ഇൻഡെക്സിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഫ്യൂച്ചറിൻ്റെ എല്ലാം തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോളറ്റിലിറ്റി ഉണ്ടാവും. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,3629, ബ്രന്റ് ഓയിൽ 75, ഗോൾഡ് $2,759 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 18 ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 31 പോയിൻറ്റിൻ്റെ പ്ലസ് ആണ്. ജപ്പാൻ മാർക്കറ്റ് രാവിലെ ഇടിഞ്ഞു. ഓസ്ട്രേലിയ, കൊറിയ ഫ്ലാറ്റാണ്. കൂടാതെ തന്നെ ഇന്നലെ ഏറ്റവും താഴെ കാണാൻ US നാസ്ഡാക്കും ഡോയും ഇടിവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം US മാർക്കറ്റ് റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടാറ്റ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 21% ഒരു കുറവുണ്ടാക്കി. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് എന്നാൽ 18% ഉയർന്ന് 4,308 കോടി രൂപ കരസ്ഥമാക്കി. SRF കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് 271 കോടി രൂപ കരസ്ഥമാക്കി. വോൾട്ടാസ് നെറ്റ് പ്രോഫിറ്റ് 130 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 28 കോടി രൂപ ലോസ് ഉണ്ടാക്കിയതാണ്. ലോസിൽ നിന്ന് പ്രോഫിറ്റ്. ക്വിസ് കോർപ്പ് കമ്പനി 26% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. അരവിന്ദ് സ്മാർട്ട് ഫേസ് കമ്പനി 331% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. JR ഇൻഫ്ര കമ്പനി അവർ 262 കോടി രൂപയുടെ ഒരു റെയിൽവേ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചു. അഫ്കോൺ ഇൻഫ്ര കമ്പനി ഇവരും സമാനമായ രീതിയിൽ ഹിന്ദുസ്ഥാൻ ഗേറ്റ് വേ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ ലഭിച്ചു. സോന കോംസ്റ്റാർ കമ്പനി ഒരു പുതിയ ഒരു ബിസിനസ് സൈൻ ചെയ്തിട്ടുണ്ട്. പവർ ട്രെയിൻ ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. എയർക്രാഫ്റ്റ്, ഡ്രോൺസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. JK പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫോളായി 333 കോടി രൂപ. കഴിഞ്ഞ തവണ 278 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനിയാണ്. A4, A3 ഷീറ്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന കമ്പനിയാണ് JK പേപ്പർ. ആരതി ഡ്രഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.1% ഇയർ ഓൺ ഇയർ ഉയർന്നു. 36 നിന്ന് 37 കോടി രൂപ. ചാലറ്റ് ഹോട്ടൽ കമ്പനി 36% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 96 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ കമ്പനി 70 കോടി രൂപയായിരുന്നു. അപ്പോൾ 70 കോടി രൂപയിൽ നിന്ന് 96 കോടി രൂപ പ്രോഫിറ്റ്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 18% ഇയർ ഓൺ ഇയർ ഉയർന്നു. 28 നിന്ന് 34 കോടി രൂപ കരസ്ഥമാക്കി. റൈമണ്ട് ടെക്സ്റ്റൈൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61% ഇയർ ഓൺ ഇയർ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഹിറ്റാച്ചി എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5 ടൈംസ് ഉയർന്ന് 137 കോടി രൂപ കരസ്ഥമാക്കി. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞു. കഴിഞ്ഞ തവണ 692 കോടി രൂപ, ഈ തവണ 654 കോടി രൂപ. റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഏഷ്യ കമ്പനി നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്, 50 കോടി രൂപ ലോസ്. ഗ്രീൻ ഇലക്ട്ര കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27 നിന്ന് 46 കോടി രൂപയിലേക്ക് ഉയർത്താൻ പറ്റി. മറ്റുള്ള റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ, IPO, ഡിവിഡൻറ്റ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി എന്നുള്ള ടാബിലുണ്ട്. ട്രേഡ് ബഡിയുടെ ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. താങ്ക് യു.